2024 ഒക്ടോബർ മാസം 19 ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്ന സ്ഥലം. കടപ്പയ്ക്ക് പുറത്ത് ഒരു കാടുണ്ട്. ആ വനത്തിനടുത്ത് തന്നെ ഒരു കൃഷിയിടമുണ്ട്. സമയം ഏകദേശം 9 മണിയായി കാണും. എല്ലാവരും ആ ഫാമിൽ വളരെ ഗൗരവമായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ സഹായത്തിനായി നിലവിളിക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടു. എവിടെ നിന്നാണ് ആ ശബ്ദം വന്നത് എന്ന് നോക്കിയപ്പോൾ അത് ഫാമിനടുത്തുള്ള വനത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. ഉടൻ തന്നെ എല്ലാവരും ശബ്ദം വന്ന ആ കാട്ടിലേക്ക് ഓടി. അവരെ കാടിനുള്ളിൽ ചെന്നപ്പോൾ നിലത്ത് എന്തോ കത്തുന്നത് കണ്ടു. അടുത്ത് ചെന്നപ്പോഴായിരുന്നു ആ കാഴ്ച അവരെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തത്. അതൊരു പെൺകുട്ടിയുടെ ശരീരമായിരുന്നു. ഉടൻ തന്നെ എല്ലാവരും തീയണച്ചു. ആംബുലൻസിനെയും പോലീസിനെയും വിളിച്ചു. പോലീസ് അവിടെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ 80% പൊള്ളലേറ്റിരുന്നു. മുഴുവനും കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ ആ പെൺകുട്ടി വേദന കൊണ്ട് കരയുകയായിരുന്നു. ഉടൻ തന്നെ അവർ അവളെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്നത്തെ തലമുറയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പാഠമാകാൻ പോകുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. പോലീസ് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം ആ ക്രൈം സീൻ സുരക്ഷിതമാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഭാഗികമായ പൊള്ളലേറ്റ് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ഒരു നോട്ട്ബുക്ക്, പകുതി കത്തിച്ച ഒരു സിഗരറ്റ്, ഒരു പ്ലാസ്റ്റിക് കുപ്പി. അതേസമയം പെൺകുട്ടി ആശുപത്രിയിൽ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. ശരീരത്തിലെ 80% കത്തി നശിച്ചതുകൊണ്ട് അതിജീവിക്കാൻ പ്രയാസമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനാൽ പോലീസ് അവളിൽ നിന്നും അന്തിമ മൊഴിയെടുക്കാൻ ആരംഭിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവളുടെ ശരീരത്തിലെയും ഹൃദയത്തിലെയും മുറിവുകൾ സഹിച്ചുകൊണ്ട് അവൾ അവളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ മൊഴി നൽകാൻ തുടങ്ങി. ഈ മൊഴിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം വളരെ സെൻസേഷണൽ വാർത്തയായി മാറാൻ തുടങ്ങിയത്. ഗൗരവം മനസ്സിലാക്കിയ ആന്ധ്ര മുഖ്യമന്ത്രി പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു. കഴിയുന്നത്ര മികച്ച ചികിത്സ നൽകി അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകി. ആശ്വസിപ്പിച്ച് അവരെ ധൈര്യമാക്കുക മാത്രമല്ല, പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അതിനാൽ ഈ കേസ് കൈകാര്യം ചെയ്ത കടപ്പ SP ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ പോലീസ് 4 പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചു. പ്രതിയെ ഗൗരവമായി തിരയാൻ തുടങ്ങി. സംഭവം നടന്ന പിറ്റേ ദിവസം പുലർച്ചെ 3 മണിയോടുകൂടി ചികിത്സ പരാജയപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടി മരിച്ചു. തങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നാലോചിച്ച് ആ മാതാപിതാക്കൾക്ക് സഹിക്കാനേ ആയില്ല. സാധാരണ എല്ലാ മാതാപിതാക്കളെയും പോലെ മകളെ നന്നായി പഠിപ്പിക്കണം, അവൾക്ക് ആഡംബരമായി വിവാഹം കഴിപ്പിക്കണം എന്നാഗ്രഹിച്ച പല സ്വപ്നങ്ങളുമായി ജീവിച്ച മാതാപിതാക്കളാണ് ഇപ്പോ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പ്രതിയെ ഗൗരവമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസുകാർക്ക് പ്രതി കടപ്പയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഒളിച്ചിരിക്കുന്നത് എന്ന് വിവരം ലഭിച്ചു. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി. 19 വയസ്സുള്ള ജഗല വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്തു. പോലീസ് അവനെ പിടികൂടി അവരുടേതായ ശൈലിയിൽ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അവൻ പറയാൻ തുടങ്ങി. മരിക്കുന്നതിന് മുൻപ് പെൺകുട്ടി നൽകിയ മൊഴിയും അവൻ നൽകിയ കൺഫെഷനും പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നു. കില്ലറായ വിഘ്നേഷും ഇരയായ പെൺകുട്ടിയും ചെറിയ പ്രായം മുതലേ ഒരേ പ്രദേശത്താണ് താമസിക്കുന്നത്. ഇരുവരും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ആ ഒരു ബന്ധം ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ പ്രണയമായി മാറി. 4 വർഷത്തെ മധുരമുള്ള പ്രണയം ദിവസങ്ങൾ കടന്നു പോകുന്തോറും കൈപ്പേറിയതായി മാറി. ഒരു ഘട്ടത്തിൽ അവർ ഇരുവരും വേർപിരിഞ്ഞു. അന്ന് ആ പെൺകുട്ടി ഇന്റർമീഡിയറ്റ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു. അതായത് 11ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. വേർപിരിഞ്ഞതിന് ശേഷം പോലും അവളെ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകി ഇരുവരും ഇടയ്ക്കിടെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ 6 മാസങ്ങൾക്ക് ശേഷം കടപ്പ റെസ്റ്റോറന്റിൽ പാചകക്കാരനായി വിഘ്നേഷിന് ജോലി ലഭിച്ചു. അവന്റെ ജോലി സ്ഥലത്തിനടുത്ത് തന്നെ അവൻ പുതിയൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇരുവരും അവരവരുടെ ജീവിതം നോക്കി പോയിരുന്നു എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും വരില്ലായിരുന്നു. എന്നാൽ അത് സംഭവിക്കാതായപ്പോഴായിരുന്നു പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയത്. കാരണം ബ്രേക്കപ്പ് ആയതിനു ശേഷം പോലും പാച്ചപ്പ് എന്ന പേര് പറഞ്ഞ് ആ പെൺകുട്ടിയുമായി ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോൺ വിളിച്ച് നീ ഇല്ലെങ്കിൽ ഞാൻ മരിക്കും, എനിക്കിപ്പോഴാണ് നിന്റെ വില മനസ്സിലായത്, ഇങ്ങനെയുള്ള പല പഞ്ചാര വാക്ക് പറയുകയും അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്തത് മാത്രമല്ല
അങ്ങനെ കണ്ടുമുട്ടുമ്പോഴെല്ലാം രണ്ടുപേരും ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. അതിനാൽ ആ പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ തന്നെ കൊണ്ട് അതുമാത്രം സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ നിഷേധിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ തന്നെ നിരന്തരം വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവനെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഇതൊരു ഘട്ടത്തിൽ അവന് സഹിക്കാൻ വയ്യാതായി. കാരണം അവനെ സംബന്ധിച്ച് ആ പെൺകുട്ടി അവന്റെ മുൻ കാമുകി മാത്രമാണ്. അത് മുതലെടുത്ത് അവളുടെ കൂടെ കുറെ സമയം ചിലവഴിക്കണം. പക്ഷേ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഇതിനൊക്കെ ഇപ്പോ പല പേരുകൾ പറയും. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഹൂക്കപ്പ് റിലേഷൻഷിപ്പ്, ഇങ്ങനെ പലതും. ഇതൊക്കെയാണ് അവനും പ്രതീക്ഷിച്ചത്. കാരണം അവൻ ഇതിനകം തന്നെ വിവാഹം കഴിഞ്ഞിരുന്നു. കൂടാതെ ഭാര്യയും ഗർഭിണിയാണ്. തീർച്ചയായും അവനെ കൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അവൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ സഹിക്കാൻ കഴിയാത്ത വിഘ്നേഷ് നമ്മൾ കാണുന്ന എല്ലാ കേസുകളിലും എന്താണ് സംഭവിക്കുന്നത്? ചില മണ്ടത്തരമായ തീരുമാനങ്ങൾ എടുക്കും. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാൻ അവളെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ കൊന്നാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് ചിന്തിച്ച് ആ മിടുക്കൻ ഒക്ടോബർ 19, അതായത് സംഭവം നടന്ന അന്നത്തെ ദിവസം, അവന്റെ ഭാര്യയുടെ മൊബൈൽ നമ്പറിൽ നിന്നും പെൺകുട്ടിക്ക് ഫോൺ വിളിച്ചു. ഭാര്യയുടെ ഫോൺ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടില്ല എന്നാണ് അവൻ കരുതിയത്. ഫോൺ വിളിച്ചിട്ട് നമുക്കൊന്ന് കാണണം, നമ്മുടെ വിവാഹ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ അതിന് മുൻപ് തന്നെ രാവിലെ 5 മണിയോടുകൂടി തന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പെട്രോൾ പങ്കിൽ നിന്നും പെട്രോൾ വാങ്ങി. അതിനുശേഷം ഒരു മറവിൽ ബൈക്ക് നിർത്തി ബൈക്കിൽ നിന്നും 1/2 ലിറ്റർ പെട്രോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റുകയും അത് അവന്റെ ബാഗിൽ ഒളിപ്പിച്ചു. ഇപ്പൊ ഒക്ടോബർ 19 രാവിലെ 7:30 കോളേജിൽ പോവുകയാണ് എന്ന് വീട്ടിൽ നിന്നും കള്ളം പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടി ഓട്ടോയിൽ കയറി അവൻ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് വരുന്നു. കൃത്യം 20 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോ ഒരു പോളിടെക്നിക് കോളേജിനടുത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പദ്ധതിയിട്ടതുപോലെ ബാഗ് എടുത്തുകൊണ്ട് ഓട്ടോയെ നിർത്തി അകത്തേക്ക് കയറി. ഇപ്പൊ ഓട്ടോ ആ നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെ പോയി ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ നിർത്തി. രണ്ടുപേരും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഫാക്ടറിക്ക് സമീപമുള്ള കാട്ടിലേക്ക് രണ്ടുപേരും നടന്നുപോയി. ഇരുവരും ആ കാട്ടിലെ മറവുള്ള ഒരു പ്രദേശത്തേക്ക് പോയി. എന്നിട്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. പിന്നീട് തന്നെ എപ്പോഴാണ് വിവാഹം കഴിക്കുക എന്ന് അവൾ അവനോട് ചോദിച്ചു. അതിനവൻ ഒന്നും തന്നെ പറയാതെ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ലൈറ്റർ എടുത്ത് അത് കത്തിച്ചു. അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ ആ പെൺകുട്ടിയെ വളരെ വിചിത്രമായി നോക്കി. ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് അവന്റെ ബാഗിലുണ്ടായിരുന്ന പെട്രോൾ ബോട്ടിലെടുത്ത് പെട്ടെന്ന് അവൾക്ക് മേൽ ഒഴിക്കാൻ തുടങ്ങി. എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ പെട്രോൾ ഒഴിച്ച അടുത്ത സെക്കൻഡ് അവൻ ലൈറ്റർ ഉപയോഗിച്ച് അവളുടെ ചുരിദാറിൽ കത്തിച്ചു. ഇതിനകം പെട്രോൾ കൊണ്ട് നനഞ്ഞിരിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ അത് കത്താൻ തുടങ്ങിയതും അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇപ്പോ അവളുടെ വസ്ത്രത്തിൽ മുഴുവനും തീ പടർന്നു. ശരീരം മുഴുവനും കത്താൻ തുടങ്ങി. സഹായത്തിനായി അവൾ വേദനയോടുകൂടി നിലവിളിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങിയത്. അവന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കാൻ അവനെ പ്രേരിപ്പിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനെ ആസൂത്രണം ചെയ്തു കൊന്നു. ഇതിലാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ചില നിഷ്കളങ്കരായ മാതാപിതാക്കളെ പോലെ തങ്ങളുടെ മകൾ യാതൊരു തെറ്റും ചെയ്യില്ല, ഇങ്ങനെ മകളെ വിശ്വസിക്കുന്നതാണോ മാതാപിതാക്കളുടെ തെറ്റ്? അല്ലെങ്കിൽ വേർപിരിഞ്ഞതിന് ശേഷവും വിഘ്നേഷിന് വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും അവനുമായി വീണ്ടും ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏർപ്പെട്ട ആ പെൺകുട്ടിയുടെ തെറ്റാണോ? അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കഴിയുന്നത്ര ഉപയോഗിച്ച അവന്റെ തെറ്റാണോ? അതും ആ പെൺകുട്ടി അവൻ ഇന്നോ ഇന്നലെയോ പരിചയപ്പെട്ടതല്ല. ചെറിയ പ്രായം മുതലേ അവൻ അവളെ അറിയാം. കൂടാതെ 4 വർഷം അവളെ പ്രണയിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ അവൻ എങ്ങനെയാണ് മനസ്സ് വന്നത് എന്നറിയില്ല. കൂടാതെ ഒരു കാര്യം, തന്റെ കൈവിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആ പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയും. ഒരു കൊലപാതകം ചെയ്തിട്ട് പോലീസിന്റെ പിടിയിൽപ്പെടാതെ സന്തോഷമായി ജീവിക്കാമെന്ന് എങ്ങനെയാണ് ഇവരെ കൊണ്ടൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്? ഇതാണ് മനസ്സിലാകാത്തൊരു കാര്യം. കാരണം നമ്മുടെ ചാനലിലെ മിക്ക വീഡിയോസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പകരം ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നവർക്ക് ചിന്തിക്കാമായിരുന്നു. കൂടാതെ വിഘ്നേഷിനെ വിശ്വസിച്ച് വിവാഹം കഴിച്ച് ഗർഭിണിയായ അവന്റെ ഭാര്യയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ ദയനീയമാണ്. ആന്ധ്രാ വിഘ്നേഷിന് എത്രയും പെട്ടെന്ന് തന്നെ മരണശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കൂടാതെ ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി. വിഘ്നേഷിന്റെ ഈ ഒരു കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ്. ആരുടെ ഭാഗത്ത് തെറ്റെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.